ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വിഷുവിൻ്റെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇപ്പോൾ കണ്ടത് തലേദിവസം രാത്രിയിൽ പൂത്തിരി കത്തിച്ചതൊക്കെയാണ് കേട്ടോ. പടക്കം ഇവിടെ വാങ്ങിച്ചിരുന്നു, പക്ഷേ എൻ്റെ ചെറിയ 2 മക്കൾക്കും പടക്കം പൊട്ടിക്കുന്നത് പേടിയായതുകൊണ്ട് അത് പൊട്ടിക്കാതെ അവരെടുത്ത് മാറ്റി വെച്ചതാണ്. ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഞാൻ ഈ ഊഞ്ഞാലാടുന്നത് കണ്ടിട്ട് വിഷുമാറി ഓണം ആയോ എന്ന് ആരും ചിന്തിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്, ചേച്ചിയുടെ വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ ഇത്തവണ വിഷു ആഘോഷിക്കുന്നത്. അവിടെ മുറ്റത്തുള്ള ഒരു ഊഞ്ഞാലാണിത്. അതിൽ ഞാൻ ഇതുവരെ കയറിയിരുന്നില്ല കേട്ടോ. ഇന്നാണ് ഞാൻ അതിൽ കയറുന്നത്. ബാക്കി ദിവസം എല്ലാം മക്കളാണല്ലോ അതിലാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വെയിലായാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല. ഇന്നലെ, അതായത് വിഷുവിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഊട്ടിയിൽ ട്രിപ്പ് പോയിരിക്കുകയായിരുന്നേ. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചത്. ഫ്രൂട്ട്സ് ആണെങ്കിൽ അധികം ഒന്നും കിട്ടിയതുമില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ നടന്നത്. അതുകൊണ്ട് കണിയൊരുക്കലൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ആക്കിയത്. പിന്നെ അമ്മ വെജിറ്റബിൾസ് ഒക്കെ അരിയുന്നുണ്ട്. ഇതിപ്പോൾ സാമ്പാർ, അവിയൽ, തോരൻ ഇത്രയാണ് അരിഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ഒരു കാര്യം, ഇവിടെ അടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത്. രാവിലെ തന്നെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് 3 ദിവസമായിട്ടോ. ഈ 3 ദിവസവും യാത്ര തന്നെയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പോകും, എന്നിട്ട് രാത്രി ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ. ഇന്ന് എന്ത് വിശേഷ ദിവസമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്ക് പോകണം. അളിയനും ചേച്ചിയും ഒക്കെ പോകും. ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരണം. അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് കഴുകാനുണ്ടല്ലോ. അപ്പോൾ ബാച്ചായിട്ട് തുണികൾ ഇട്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ അതിനുള്ള തിരക്കിലാണ് രാവിലെ. അമ്മയും കൂടിയാണ് കറിക്കൊക്കെ അരിഞ്ഞു തരുന്നത്. പിന്നെ ചേച്ചി ഇപ്പോൾ അടുക്കളയിലുണ്ട്. ഇനിയിപ്പോൾ കുക്കിംഗ് എല്ലാം തുടങ്ങണം. പിന്നെ ചേച്ചി ആദ്യമേ തന്നെ പറഞ്ഞു നമുക്ക് കുറച്ച് കറികളൊക്കെ വെച്ചാൽ മതി. തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളോടൊന്നും ഇവിടെ അധികം ആർക്കും താല്പര്യമില്ല. പിന്നെ പിറ്റേ ദിവസം ആരും വീട്ടിലിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ അവിയൽ, സാമ്പാർ അതാണ് അടുപ്പിലിരിക്കുന്നത്. പിന്നെ പച്ചടിക്കുള്ള പൈനാപ്പിളും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അളിയന് ഇനി എന്തെങ്കിലും വാങ്ങണമെന്ന് വന്ന് ചോദിച്ചിട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പൈനാപ്പിളിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ അവിയൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ എത്ര വേവിച്ചിട്ടും അത് നന്നായിട്ടൊന്നും വെന്ത് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെയാണ് കറികൾക്കെല്ലാം ഇവിടെ ഉപ്പ് വളരെ കുറച്ച് മതി. അപ്പം ചേച്ചി ഓരോ കറി വെച്ചിട്ടും എന്നോടൊന്ന് ഉപ്പ് നോക്കാൻ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഓരോ വീട്ടിലും ഓരോരോ ടേസ്റ്റുകളാണല്ലോ. അതിനിടയിൽ ചേച്ചി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന ആ കറി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലേക്ക് മലപ്പുറത്തൊക്കെയാണ് ഈ കറി ഉള്ളതെന്ന് തോന്നുന്നു. ചേച്ചി വീട്ടിൽ വരുമ്പോഴാണ് ഇത് വെക്കാറുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ ഇഞ്ചി തീയൽ എന്ന് പറയും. ഇഞ്ചിക്കറിയാണ് വെക്കാറ് സദ്യക്കൊക്കെ. അപ്പോൾ ഓരോരോ അമ്മമാരും വന്ന് നോക്കുന്നുണ്ട് എന്തായിന്ന്. വീട്ടിലെ അമ്മ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വന്നതാണിപ്പോൾ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. ആ സമയത്ത് ഇത് അവിയലായി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവിയലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറി. ഇനിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഉപ്പുമാവും പഴവും ഒക്കെ ആയിരുന്നു. പിന്നെ മക്കൾക്ക് വേണ്ടി നൂൽപുട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മുട്ടക്കറിയും. ആ സമയത്ത് തോരനും ആയിട്ടുണ്ട്, പയറു തോരൻ. ഓരോരോ കറികൾ പെട്ടെന്ന് മാറ്റി അങ്ങ് വെക്കുകയാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരാത്തത് കൊണ്ട് കറികളൊന്നും വെക്കുന്ന വിധമൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇതിനിടയിൽ മക്കളെ കുളിപ്പിക്കാനും കഴിപ്പിക്കാനും അങ്ങനെയൊക്കെ പോയിട്ട് എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും ചേച്ചിയും കഴിക്കുന്നത്. ഇവിടുത്തെ മെയിൻ കിച്ചൺ ഇതല്ല, അപ്പുറത്തതാണ്. അപ്പോൾ ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത്. അടുപ്പും ഗ്യാസും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് കറികളെല്ലാം അപ്പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ് കേട്ടോ, ആയ കറികളെല്ലാം. പിന്നെ കറികളൊക്കെ വെക്കുന്ന കൂടെ തന്നെ നമ്മൾ പാത്രങ്ങളും കൂടെ കഴുകി മാറ്റുന്നതുകൊണ്ട് ക്ലീനിങ്ങും ഒപ്പം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ സാമ്പാറും കൂടെ താളിച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്കൊരു സമയം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പിള്ളേരെന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടി പോയപ്പോൾ 2 നല്ല കളിയാണ്. കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വാങ്ങിയതാണിത് കേട്ടോ. എവിടെ പോയാലും വാങ്ങുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും. ഒക്കെ വെറുതെ കളിപ്പീരാണ്, പെട്ടെന്ന് തന്നെ നാശമാവും. അങ്ങനെ ഒരാളുടെ അത് കേടായി. അപ്പോൾ അത് 2 പേരും കൂടെ വഴക്കിട്ടിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഈ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പോയി നോക്കിയത്. അപ്പോൾ ഇതിനിടയിൽ ചേച്ചി മല്ലിയിലയും കൂടി ഇടുകയാണ് കേട്ടോ സാമ്പാറിലേക്ക്. അപ്പോൾ അങ്ങനെ പച്ചടി താളിച്ചിട്ടുണ്ട്. ചേച്ചി അപ്പുറത്ത് രസവും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ.
കറിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി പായസമാണ്, പാലട പായസമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് ക്യാരമലൈസ് ചെയ്യുകയാണ്. ഇവിടെ എന്തെല്ലാം പായസം ഉണ്ടാക്കിയാലും ഈ പാലട പ്രഥമൻ മസ്റ്റാണ്. അപ്പം ചേച്ചി എല്ലാ ഫംഗ്ഷനും ഇത് ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ക്യാരമലൈസ് ചെയ്തതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പാലട അതിലേക്കിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് പഞ്ചസാര എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ടാണ് പാല് കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കി എടുക്കുന്നത് കേട്ടോ. അതിനിടയിൽ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു കറികളൊക്കെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വെക്കാം. പായസത്തിനാണ് ഏറ്റവും അധികം സമയം എടുക്കുന്നത് അല്ലേ. എത്ര നേരം ഇളക്കി നിന്നാലാ, ഇളക്കിയില്ലെങ്കിൽ നല്ല രുചിയൊട്ട് വരികയില്ല. ഇവിടെ ആണെങ്കിൽ പാലടയാണ് എല്ലാവർക്കും ഇഷ്ടം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതുകൊണ്ട് ഇത്തവണ ശർക്കര ഇട്ടിട്ടുള്ള പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ അമ്മമാർ രണ്ടുപേരും ഈ പായസം കുടിക്കില്ല കേട്ടോ. അമ്മ പാൽ ഉപയോഗിക്കുന്ന ആളല്ല. അളിയൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ അവിടെ വന്ന് നിൽക്കുന്നത്. അവരെന്നെ കളിയാക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി പായസവും കൂടെ വെച്ചിട്ട് വേഗം ഇവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടണം എന്നുള്ള മട്ടിലാണ് ഞാനും ചേച്ചിയും. അപ്പം നമ്മൾ കുറച്ച് പാലായിട്ടാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. കുറച്ചൊന്ന് വറ്റിയിട്ട് പിന്നെ ഒരു കവറും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ മാറി ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണേ. പിള്ളേർ സ്നാക്സ് ഒക്കെ കഴിച്ച് TV ഒക്കെ കണ്ടിരിക്കുക. അളിയൻ്റെ ചേട്ടൻ്റെ വീട് ഇതിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ചേച്ചിയും മോളും കൂടെ വന്നിട്ടുണ്ട്. അവരാണ് കിച്ചണിൽ നിൽക്കുന്നത്. അമ്മ വേഗം ഇലയും കൂടെ തുടച്ച് വെക്കുന്നുണ്ട്. പായസം നമ്മൾ ആദ്യം ഗ്യാസിലായിരുന്നല്ലോ വെച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ അത് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നെങ്ങും അത് വറ്റി കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തിട്ടു, ഏലക്കാപ്പൊടിയും ചേർത്തു. പിന്നീട് നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. പിങ്ക് പാലട പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം കളറ് ക്യാമറയിൽ കാണുന്നുണ്ടെന്നറിയില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞത്. അതെ. അപ്പോൾ നമ്മുടെ കിച്ചണിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ. ഇതാണ് മെയിൻ കിച്ചൺ. ഇവിടെ അല്ലല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പം കറി വെച്ചതെല്ലാം ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല, അറിയാമല്ലോ. ആദ്യം കണ്ടതുപോലെ തന്നെ അവിയൽ, സാമ്പാർ, രസം, മോര്, അത് കാച്ചിയിട്ടില്ല, അല്ലാത്ത മോരാണ്. പിന്നെ തോരൻ, പുളിയിഞ്ചി, പച്ചടി, അച്ചാറ്, പപ്പടം, അത്രയൊക്കെ. പിന്നെ ഒരു പായസവും. അപ്പോൾ അതേ സദ്യയൊക്കെ വിളമ്പാൻ സമയമായി. അപ്പോൾ അവിടെ 2 ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അടുത്ത് തന്നെ താമസിക്കുന്നതാണ്, അടിയൻ്റെ ഫ്രണ്ട്സും ആണ്. 2 ഫാമിലി ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിലൊരു കൂട്ടർ വന്നിട്ടില്ല, എന്തോ മരണോ എന്തോ അവരുടെ വീട്ടിലുണ്ടായതുകൊണ്ട്. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ആളുകളാണ് കേട്ടോ. പിന്നെ വൈഫിനെയും മക്കളെയൊന്നും കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇന്നാണ് കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ പിന്നെ അവർ വന്ന ഉടനെ അവർക്ക് സദ്യ അങ്ങ് വിളമ്പി കേട്ടോ. പിന്നെ അമ്മയും മോളും പിള്ളേരൊക്കെ കളിയും ഒക്കെയാണ്. അവർക്ക് പിന്നെ പായസം ആദ്യമേ കുടിച്ചത് കൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. മോന് പിന്നെ അവിടുത്തെ ഒരു മോൻ്റെ കൂടെ കമ്പനി കിട്ടിയത് കൊണ്ട് അവൻ്റെ കൂടെ കയറിയിരുന്ന് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത ട്രിപ്പ് ഞങ്ങളിരിക്കുകയാണേ കഴിക്കാൻ വേണ്ടി. ചേച്ചി അളിയനും പിന്നെ താഴത്തെ ചേട്ടനും ചേച്ചിയും അവരിരുന്നിട്ടില്ല, അവരൊന്നിച്ചിരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ പോകാൻ ഇറങ്ങുകയാണ്. പക്ഷെ മക്കളെല്ലാം കൂടെ ഭയങ്കര കളിയായിരുന്നത് കൊണ്ട് അവർ വീട്ടിലേക്ക് പോകുന്നുമില്ല. നമ്മുടെ പിള്ളേർ അവരുടെ കൂടെ പോകാൻ വേണ്ടി വഴക്കിടുകയും കൂടെ ചെയ്യാം. ആ വാട്ടർ ഗണ്ണ് വെച്ച് വെള്ളം ചീറ്റിക്കുകയായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് സമയം വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. TV ഒക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ഇപ്പോൾ കാണുന്നത് മേക്കപ്പാണ്. ചേച്ചിമാരിതാ മോളെ മേക്കപ്പ് ചെയ്യുകയാണ് കേട്ടോ. കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മോക്ക് ഭയങ്കര നിർബന്ധം പാർക്കിൽ പോകണമെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയതായിരുന്നു. വാട്ടർ തീം പാർക്കാണ്. അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക്. അപ്പോൾ പിന്നെ എന്നാൽ അവളെയും കൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും പണിയൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയാൽ ഇതൊന്നും നടക്കൂലല്ലോ. പിന്നെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും പറച്ചിലും വഴക്കും. അതിനുവേണ്ടി ഞാൻ അവളുടെ കമ്മലൊക്കെ അങ്ങ് ഊരി കൊടുക്കുമായിരുന്നേ. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും പൂളിലൊക്കെ ഇറക്കിയാൽ വല്ല ജലദോഷമൊക്കെ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറക്കാതെ പോയത്. പക്ഷേ ഇവിടെ സമ്മതിക്കുന്നില്ല. മോനാണെങ്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ മോളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോയി. അവിടെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണല്ലോ ചെല്ലുന്നത്. നല്ല കാറ്റായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ.
കണ്ടില്ലേ, മോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇതിപ്പോൾ പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. അപ്പോഴത്തെ സമയം 7-7:30 ആയി കേട്ടോ. ഈ സമയത്താണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അടുത്ത വീട്ടിലെ അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു പത്തിരി മാത്രം മതിയായിരുന്നു, അതാണ് നമ്മൾ ഒട്ടും കഴിക്കാത്തതും അവിടെ കിട്ടാത്തതുമായ സാധനമെന്ന്. പിന്നെ ഇവിടെ ചേച്ചിയാണെങ്കിലും അമ്മയാണെങ്കിലും ചിക്കനൊന്നും കഴിക്കില്ല. അതാണ് അവർ പറഞ്ഞത്. അയ്യോ അറിഞ്ഞില്ലല്ലോ, എങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വെച്ചേനേന്ന്. പിന്നെ പെട്ടെന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഇതാ രാത്രിയായപ്പോൾ ഞങ്ങൾ വാഴ 2 ഫിലിമും കൂടെ കാണാൻ പോയി. പിള്ളേരെ സെറ്റൊക്കെ ഇത് കണ്ടതാണ്. ഞങ്ങൾ വലിയൊരു മാത്രമാണ് കേട്ടോ പോയത്, രാത്രി 11 മണിയുടെ ഷോയ്ക്ക്. അങ്ങനത്തെ രാവിലെ ഞങ്ങൾ പോരാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ചേച്ചിയും അളിയനും ഒക്കെ ജോലിക്ക് പോയി. ഞങ്ങളിപ്പോൾ ഒരു 11-11:30 ആയി റെഡിയായി ഇറങ്ങിയപ്പോൾ. പോരുന്നതിന് മുമ്പ് ഞാൻ മുകളിലത്തെ നിലയിൽ ഒരു പെയിൻറ്റിങ്ങും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ഈ വീട് പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വിഷു വ്ളോഗ്. ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയാണ്. നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്